നമസ്കാരം. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാകുമെന്നാണല്ലോ പറയാറുള്ളത്. മാത്രമല്ല, മലയാളിയുടെ ബുദ്ധിയെ വെല്ലാൻ ആരുമില്ലെന്നും പറയും. ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും തോന്നരുത്, ഒരല്പം കുനിഷ്ട ബുദ്ധി, അതാണ് കൂടുതൽ. എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത UK പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനോനിൽ ഉണ്ടായ പേജർ ആക്രമണത്തെക്കുറിച്ചിട്ടുള്ളതാണ് വാർത്ത. പറഞ്ഞു വന്നതുപോലെ ഈ ആക്രമണത്തിന് പിന്നിലും ഒരു മലയാളി ഉണ്ടെന്നത് തന്നെയാണ് വാർത്ത. മലയാളിയായ റിൻസൺ ജോസ് ആണ് ഡെയിലി മെയിൽ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി. ഇസ്രായേലിന്റെ മാസ്റ്റർ പ്ലാൻ അറിയാതെ നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസ് ഇടപാടിൽ പെട്ടുപോയെന്ന വിധത്തിലാണ് ഡെയിലി മെയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT പ്രൊഫഷണലാണ് റിൻസൺ ജോസ്. ലെബനനിലേക്ക് 5000-ഓളം പേജറുകളാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിരുന്നത്. ഇതിലെ ഇടനിലക്കാരനാണ് റിൻസൺ എന്നതും പെട്ടുപോയി എന്നുള്ളതുമാണ് വിവരം. തായ്വാൻ കമ്പനിയായിട്ടുള്ള ഗോൾഡൻ അപ്പോളോയാണ് ഈ പേജറുകൾ നിർമ്മിച്ചത് എന്നാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച കമ്പനി തങ്ങൾ ദൗത്യത്തിന്റെ ഉപകരാർ ദീർഘകാലമായിട്ട് ബന്ധമുള്ള ഹംഗറിയിലെ BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്നാണ് അറിയിച്ചത്. ഈ സ്ഥാപനത്തിന്റെ CEO ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവാദമായി നിറഞ്ഞു നിന്നിരുന്ന ക്രിസ്ത്യാനോ ആസി ഡയക്കോണോ ബാർസലോണി. ഇവർ ഹിസ്ബുള്ള തലവന്മാരെ തേൻകണിയിൽ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. ഇവർ ഇസ്രായേലിലെ ചാര വനിതയാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയല്ല, തിരിച്ചാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് പേജറുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ക്രിസ്ത്യാനയ്ക്ക് പണം നൽകിയത് ബൾഗേറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമയായ റിൻസൺ ജോസ് ആണെന്നാണ് BAC കൺസൾട്ടിംഗ് അറിയിച്ചിട്ടുള്ളത്. 1.3 മില്യൺ പൗണ്ടാണ് റിൻസൺ കൈമാറിയത് എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയുന്നത്. പേജർ പദ്ധതിയിലെ ഇടനിലക്കാരനായി റിൻസൺ മാറിയെന്ന വിധത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ 2015-ലാണ് ഓസ്ലോയിൽ എത്തിയതെന്നും പറയുന്നു. ഇപ്പോൾ റിൻസൺ ഓസ്ലോയിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു വിദേശ യാത്രയിലാണ് അദ്ദേഹം എന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ഓസ്ലോ പോലീസ് അറിയിക്കുന്നുണ്ട്. ഓസ്ലോ നഗരപ്രാന്തത്തിലുള്ള മോർട്ടൻ സ്ട്രൂഡിലെ റിൻസന്റെ ഫ്ളാറ്റിൽ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നുവെങ്കിലും അവിടെ ആരുമില്ലായിരുന്നു. നിരവധി മാസങ്ങളായി റിൻസനെ കാണുന്നില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്. എന്നാൽ റിൻസന്റെ പേരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് റിൻസൺ എന്നും ക്യാൻസർ രോഗികൾക്കായി സ്വന്തം തലമുടി നൽകിയ വ്യക്തിയാണ് റിൻസൺ എന്നൊക്കെയാണ് സുഹൃത്തുക്കൾ പറയുന്നത്. റിൻസൺ ഒരിക്കലും ഭവിഷ്യത്തുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരമൊരു ഇടപാടിൽ ഉൾപ്പെട്ടത് എന്നുമൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 2016-ലാണ് റിൻസൺ ജോസ് നോർട്ട ലിങ്ക് എന്ന സ്ഥാപനം ആരംഭിച്ചത്. റിൻസനെ ഫോണിലൂടെയും ഇമെയിൽ വഴിയുമൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല എന്നും ഡെയിലി മെയിൽ വ്യക്തമാക്കുന്നുണ്ട്. നന്ദി.